പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 25-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറ. കർത്താവെ, അങ്ങ് എന്നെ ഉണർത്തിയത്, അതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നല്ലിടയനായ കർത്താവ് ഞങ്ങളെ ഇന്ന് പച്ചയായ പുൽപ്പുറങ്ങളിൽ കടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുകയും ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ മധ്യേ അങ്ങ് ഞങ്ങൾക്ക് മേശ ഒരുക്കി തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നല്ലിടയനായി നടത്തുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. ആ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. 89-ാം സങ്കീർത്തനം പറഞ്ഞു, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. എൻ്റെ കർത്താവിൻ്റെ കൃപകളെക്കുറിച്ച് ആമേൻ ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. കർത്താവിൻ്റെ കൃപകളെ പാടാനും വിശ്വസ്തതയെ അറിയിക്കുവാനും ദൈവം നമുക്ക് നാവ് തന്നിരിക്കുന്നു. അല്ലാതെ കുറവുകൾ പറയുവാനും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാനും പിറുപിറുക്കുവാനും ഒന്നുമല്ല. അതുകൊണ്ട് ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മുടെ ഭവനത്തിലും മറ്റുള്ളവരോട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഘോഷിക്കുക, കർത്താവിന് നമ്മളോട് കാണിച്ച സ്നേഹത്തെയും കരുണയും കുറിച്ച് പറയുക. കർത്താവ് അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ നാമത്തെ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി നസറേനായ യേശുവിൻ്റെ നാമം ചൊല്ലി അങ്ങ് അനുഗ്രഹിക്കുക. ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങയുടെ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനെ പ്രത്യേക പ്രസൻസിനാൽ അവർ നിറയട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ വ്യാഴാഴ്ച യഹോവയെ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആമേൻ അങ്ങയുടെ കരം ഇന്ന് പകൽക്കാലം നീട്ടുന്നതിനായിട്ട് സ്തോത്രം. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്നുള്ള തിരുവെഴുത്തോർത്ത് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ശത്രു അപഹരിച്ചു വച്ചിരിക്കുന്ന ചില നന്മകൾ, തൻ്റെ മക്കളുടെ അവകാശങ്ങളെ ചിലത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശത്രു അപഹരിച്ചു വെച്ചത്, ശത്രു തടഞ്ഞു വെച്ചത്, ആമേൻ പിടിച്ചു വെച്ചിരിക്കുന്നത് നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസാകട്ടെ. കർത്താവേ, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നോട് ചേർന്ന് പറയണം, പിതാവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. ആമേൻ. ദൈവിക ആരോഗ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വെക്കുന്നു. ഓരോ അവയവങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ അവയവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ അവയവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അടിപ്പിടരാനുള്ള സൗഖ്യത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. അടിപ്പിടരാനുള്ള സൗഖ്യത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. രോഗശക്തികളെ, രോഗത്തിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ആയുസ്സും ഞാൻ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ നമുക്ക് സഭായോഗം ഇന്ത്യൻ സമയം 8 മണിക്കും അതുപോലെ ശനി, ഞായർ, തിങ്കൾ നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന
പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ, പ്രതീക്ഷയോടുകൂടെ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് 20. അവിടെ ഇങ്ങനെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. അപ്പം ഈ പ്രഭാതത്തിൽ നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി നമുക്കും പറയാം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജയകരമായി മുന്നേറുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു മർമ്മപ്രധാനമായ കാര്യമാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഓൾഡ് നേച്ചർ നെയിൽഡ് ടു ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ എൻ്റെ പഴയ നേച്ചർ, പാപ സ്വഭാവം, പാപ മനുഷ്യൻ ഇവിടെ ക്രൂശിക്കപ്പെട്ടു. യേശുവിനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. എന്നിട്ടോ ഇനി ഞാനല്ല ജീവിക്കുന്നത്. ആമേൻ. എന്ന് വെച്ചാൽ ഇനിയും എൻ്റെ പഴയ മനുഷ്യനല്ല എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ പഴയ ഫ്ലഷ് അല്ല എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്ര. ഇന്ന് പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി പറയാമോ, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, എൻ്റെ പഴയ മനുഷ്യനല്ല എന്നിൽ ജീവിക്കുന്നത്, എൻ്റെ പഴയ മനുഷ്യനല്ല എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ, ക്രിസ്തു അത്രേ. അപ്പോൾ എന്നെ നിയന്ത്രിക്കുന്ന ആരാ? ക്രിസ്തുവാ. എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത്, എൻ്റെ കണ്ണുകൾ ഉപയോഗിക്കുന്നത് ക്രിസ്തുവാ, എൻ്റെ കാതുകൾ ഉപയോഗിക്കുന്നത് ക്രിസ്തുവാ, എൻ്റെ നാവ് ഉപയോഗിക്കുന്നത് ക്രിസ്തുവാ, എൻ്റെ കൈകളെ ഉപയോഗിക്കുന്നത് ക്രിസ്തുവാ, എൻ്റെ ഓരോ അവയവങ്ങളെയും ഉപയോഗിക്കുന്നത് ആരാ? അത് ക്രിസ്തുവാ ഉപയോഗിക്കും. ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ പറയണം, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ, വിദ്വേഷം വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ വരികയോ പ്രവർത്തിക്കാൻ പ്രേരണ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയണം, ഇനി ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇനി ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, നമ്മുടെ അധരം കൊണ്ട് നിരന്തരം പറയണം. അപ്പം ലോക ജീവിതത്തിൽ നമുക്ക് ഈ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കലായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഏറ്റുപറയുകയും ചെയ്യും. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, പൗലോസ് അപ്പോസ്തലനോട് സംസാരിക്കുക, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശി. അപ്പം നമ്മൾ പറയണം, ഞാൻ ക്രിസ്തുവിനോട്. അപ്പം നമ്മുടെ കണ്ണുകളെ നോക്കിയിട്ട്, കാതുകളെ നോക്കിയിട്ട്, നാവിനെ നോക്കിയിട്ട്, കൈകളെ നോക്കിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ചീത്ത പറയാൻ തോന്നുമ്പോൾ, പരദൂഷണം പറയാൻ തോന്നുമ്പോൾ നമ്മുടെ നാവ് അതിനുള്ളതല്ല. ആ നാവ് ക്രൂശിക്കപ്പെട്ടു, ആ ചിന്തകൾ ക്രൂശിക്കപ്പെട്ടു, ആ ഭാവം ക്രൂശിക്കപ്പെട്ടു. ഇനി എന്നിൽ ജീവിക്കുന്ന ആരാ? ക്രിസ്തുവാ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാവായി മാറി, ക്രിസ്തുവിൻ്റെ കൈയായി മാറി, ക്രിസ്തുവിൻ്റെ കണ്ണായി മാറി. ക്രിസ്തു ഉപയോഗിക്കുന്ന ആമേൻ മന്ദിരമാണ് നമ്മുടെ ശരീരം. ആമേൻ. ഈ മൺകൂടാരം നമ്മുടേതല്ല, ഇത് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ, ക്രിസ്തു ഉപയോഗിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വരുമ്പോൾ നമുക്ക് ഏത് കാര്യത്തെയും ജയിക്കാൻ കഴിയും. പാപ സ്വഭാവങ്ങളെ ജയിക്കാൻ കഴിയും, ചിന്തകളെ ജയിക്കാൻ കഴിയും. ആമേൻ. എങ്ങനെയാണ് ഇത് കഴിയുന്നത്? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോക്കിയേ, വലിയ മാറ്റം വരണമെങ്കിൽ ഇത് നമുക്ക് ആവശ്യമാണ്. ദിവസവും നമ്മൾ എഴുന്നേറ്റിട്ട് പറയണം, ആമേൻ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇനി എന്നിൽ നമ്മൾ ആരിൽ? കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടത്, കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിക്കും. കാരണം കർത്താവ് എന്നിൽ വസിക്കുന്നു. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കണം, കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? സ്നേഹമുണ്ടായിരുന്നു, ആമേൻ, സഹായിക്കുന്ന മനസ്സായിരുന്നു, ആരുടെയും ദോഷം പറയാൻ പോയില്ല, മറ്റുള്ളവരോട് ക്ഷമിച്ചു, ആമേൻ, അത്ഭുതങ്ങളെ ചെയ്തു. ഇതൊക്കെ നമ്മൾ ആത്മാവിൽ കണ്ടിട്ട് ഈ ക്രിസ്തു നമ്മളിലൂടെ ഇത് ചെയ്യുന്നത് നമ്മൾ വിശ്വാസത്താൽ കാണണം. എന്നിട്ട് വചനത്തിലൂടെ നമ്മളതിനെ ഉറപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങളെ ആമേൻ നമ്മൾ സ്വീകരിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡിക്ലെയർ ചെയ്യണം, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് നിരന്തരം ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളുണ്ടാകും കേട്ടോ. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ആമേൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ് ആ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചോട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ ഇന്ന് ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ ചിന്തകളിലൂടെ, നിങ്ങളുടെ ഇടപാടുകളിലൂടെ ഒക്കെ യേശു ക്രിസ്തു ഇന്ന് വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ക്രിസ്തു നമ്മൾ ജീവിക്കുമ്പോൾ പരാജയമല്ല, ജയം മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.